ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒച്ചണ്ടാകല. അപ്പോൾ ഞാൻ കുറെ കാലമായി ആക്ച്വലി വ്ളോഗ് എടുക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നു. പക്ഷേ ചില പല കാരണങ്ങളാൽ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റാറില്ല. ഞാൻ ഒന്ന് ഫോൺ എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്തിട്ട് പറയാം. ഓക്കെ, സോ കുറെ കാലങ്ങളായി ഞാൻ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ച് നടക്കുന്നു. പക്ഷേ ചില പല കാരണങ്ങളാൽ എനിക്ക് പറ്റാറില്ല. ഇതിന് മുന്നേ ഞാൻ അതൊരു 3 to 4 months മുന്നേ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വ്ളോഗ് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. ഫോർച്ചുനേറ്റ്ലി ഞാൻ തന്നെ ഡിലീറ്റ് ആക്കിയതാണ്. അത് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് റീസ്റ്റാർട്ട് ആവാം. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഞാനിപ്പോൾ ചുമ്മാ വീട്ടിലിരിക്കുന്ന ടൈമാണ്. നല്ല വേർക്കുന്നുണ്ട്, ചൂടാണ്. ഇവിടെ ഒരാൾ എത്തി നോക്കുന്നുണ്ട്. ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പൊക്കി തരട്ടും എന്റെ പൊന്നെ. ഇതാണ് ഗൈസ് ആള്. പേരെന്താരും? ആരുഷ്. അപ്പൊ ഞങ്ങളിപ്പോ ഗുരുവായൂരാണുള്ളത് ഗൈസ്. ഗുരുവായൂർ എന്ന് വെച്ചാൽ ഇപ്പൊ എത്തിയിട്ടുള്ള ജസ്റ്റ് റൂം എടുത്ത് ഒന്ന് സെറ്റിലായി. നാളെ ഞങ്ങൾ ഗുരുവായൂർ തൊഴാൻ പോവാണ്. ദെൻ ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ഐ ടേക്ക് എ വ്ളോഗ്. എന്തുകൊണ്ടൊരു വ്ളോഗ് ആക്കിക്കൂടാ? കാരണം കുറെ കാലമായി ചാനലിൽ ഷോർട്സ് നിങ്ങളും കണ്ടു മടുത്തിട്ടുണ്ടാവും. സോ ഞാനൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പോ ഇപ്പതാ ഗുരുവായൂരെത്തി ജസ്റ്റ് റൂമിൽ സെക്കിനായി. നല്ല ചൂടാണ്. ഇതൊക്കെ കണ്ടു വേർക്കുന്നതാണ് ഇതൊക്കെ. അപ്പൊ ഒന്ന് റെഡി ആയിട്ട് ഞങ്ങളൊന്ന് തൊഴാൻ പോകും. അപ്പൊ ഇന്നത്തേതും ഇനി നാളെ പുലർച്ചെ തൊഴാനുണ്ട്. അപ്പൊ ഇന്നത്തേതും നാളത്തേതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വ്ളോഗ് ആക്കാന്ന് കയറി. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് എന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഓൾ സെറ്റ് ആയി ഗൈസ്. അപ്പോ ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പൊ അമ്പലത്തിന്റെ ചുറ്റിലും പോവുക, കറങ്ങുക, ജസ്റ്റ് ഒന്ന് ഞാൻ എന്റെ ഔട്ട്ഫിറ്റ് കാണിച്ചില്ലല്ലോ, കാണിച്ചു തരാവേ. ജസ്റ്റ് ഒന്ന് കറങ്ങാം. എന്നിട്ടെന്താ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് നാളത്തേക്ക്. എനിക്ക് കുപ്പിവള, കമ്മൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വാങ്ങും. അതർവൈസ് ഒന്നുമില്ല. സോ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. ഈ ഒരു വൈറ്റ് കുർത്തി, നോർമൽ ജസ്റ്റ് സിമ്പിൾ കാഷ്വൽ ഔട്ട്ഫിറ്റ്. ചൂടാണ്, നല്ല ചൂടാണ്. സോ കോട്ടൺ ഇല്ലാണ്ട് പറ്റില്ല. അപ്പോ പോവുക, ജസ്റ്റ് ഒന്ന് ചുറ്റിലും കറങ്ങുക, സാധനങ്ങൾ വാങ്ങുക, തൊഴുക, വരിക. ബാക്കി നാളെയാണ്. കണ്ണൊക്കെ പേരഞ്ച്. അപ്പൊ ഞാൻ ഇറങ്ങിയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ലിഫ്റ്റ് ഓപ്പൺ ആയി. അപ്പൊ ഞങ്ങൾ പോവാണ് ഗൈസ്. നമ്മളുടെ റൂമിൽ നിന്ന് നേരെ വന്നാൽ ഇവിടെ വന്ന് ചാടും ഗൈസ്. അതായത് ഇത് കിഴക്കേ നടയാണ്. കിഴക്കേ നടയുടെ ഫ്രണ്ടിൽ വന്നിട്ട് നമുക്ക് ചാടാം. എനിക്ക് സ്റ്റാളൊക്കെ കാണുമ്പോൾ ഇപ്പൊ കയറി നോക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ പറ്റില്ല, നമുക്ക് പോയിട്ട് തൊഴണം. എനിക്ക് ഇത് ഇവിടെയാണെങ്കിൽ നമ്മുടെ റീൽസിലൊക്കെ കാണുന്ന നെസ്കഫേയുടെ കട, പക്ഷെ അത് പൂട്ടിക്കിടക്കാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടുത്തെ കോഫി കുടിക്കണം. കുഴപ്പമില്ല, നോക്കാം, നാളത്തേക്ക് തുറക്കുമായിരിക്കും. അപ്പൊ നമ്മളൊന്ന് കറങ്ങട്ടെ. അങ്ങനെ ഹാപ്പി ആയിട്ട് തൊഴുതു. ശരിയല്ല, ഈ അമ്പലത്തിലൊക്കെ തൊഴുതാൽ ഒരു ഗ്ലോ വരും എന്ന് പറയുന്നത് റീൽസിൽ മാത്രല്ല. തൊഴുതു ഗൈസ്. ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പോയിട്ട് കഴിക്കട്ടെ. ഞങ്ങളിവിടെ രാമകൃഷ്ണ ലഞ്ച് ഹൗസ് അതാണ് തോന്നുന്നു, അങ്ങനെ പറഞ്ഞൊരു കടയിൽ കയറിയിട്ടുണ്ട്. ഞാൻ ചന ഭട്ടൂര അത് പറഞ്ഞു. ബിക്കോസ് ഐ ലവ് ചന. നോർമൽ കടലിനേക്കാളും എനിക്ക് ചന ഇഷ്ടമാണ്. പിന്നെ എനിക്ക് നാളെ തൊഴുതിട്ട് മസാല ദോശ കഴിക്കണം. സോ ഇന്ന് ഞാൻ മസാല ദോശ കഴിച്ചാൽ മേ ബി ബോറിംഗ്. സോ ഐ തോട്ട് ടുഡേ ഇത് കഴിക്കാം, നാളെ അത് കഴിക്കാം. ഓർഡർ ചെയ്തിട്ട് ചുമ്മാ ഇരിക്കും. ഗ്ലാസ് ഓഫ് വാട്ടർ. ചൂടില്ല, ചൂടുവെള്ളം വേണമായിരുന്നു. പോസ്റ്റാണ്. ഫുഡ് വരട്ടെ കേട്ടോ. ഫുഡ് വണ്ടി കാണിച്ചു തരാവേ. നല്ല ചൂട് ഭട്ടൂരി. ഇത് പൊട്ടിച്ചു നോക്കണമെന്നുണ്ട്. ലെറ്റ് മീ പൊട്ടിക്കൽ. കുഴപ്പമില്ല. അപ്പൊ ചൂടുണ്ട്, ഞാൻ കഴിക്കട്ടെ. ഫുഡ് കഴിച്ചു, ഫുഡ് കഴിച്ചിറങ്ങി. ഇനി അല്ലറ ചില്ലറ ഷോപ്പിംഗ്. നാളത്തേക്കുള്ള കുറച്ച് സ്റ്റഫ് മീൻസ് കുപ്പിവള. ഞാൻ വള വീട്ടിൽ നിന്ന് എടുത്തില്ല, ബിക്കോസ് ഞാൻ കൊണ്ടുവന്ന് എന്തായാലും പൊട്ടും. എന്റെ 3-pin ചാർജർ അടക്കം പൊട്ടി. ഐ തോട്ട് ഞാൻ പുതിയത് വാങ്ങാം. അപ്പൊ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. കുപ്പിവള, പൊട്ട്, അത് ഇത്. അപ്പൊ അതൊക്കെ വാങ്ങിക്കാം.
ഇത് നോക്കി മയില് ചാടി ചാടി വരണം. ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ട്. സോ ഞാൻ റൂമിലെത്തി, മൊത്തം ടയർഡായി. ഇപ്പൊ സമയം 10 മണിയായോ? 11 മണിയാവാറായി. റൂമിലെത്തി. നാളെ പുലർച്ചെ 4 മണിയാകുമ്പത്തിന് കുളിച്ച് റെഡിയായിട്ട് സെറ്റായിട്ടിരിക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ നാളെ വ്ളോഗ് കഴിഞ്ഞിട്ട് അതേപോലെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസസും എല്ലാം ഞാൻ പറയാം. അപ്പൊ നാളെ രാവിലെ എണീച്ചിട്ട് കാണാം. ഓക്കെ. സമയം ഇപ്പോ 3 മണി പുലർച്ചെ. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. 11 മണി 12 മണിയായി കിടക്കുമ്പോ തന്നെ. പക്ഷെ ചൂട് ഒടുക്കത്ത ചൂടാണ്. തൃശ്ശൂരത്തെ ചൂട്. തൃശ്ശൂർ പീപ്പിൾ ഹാൻഡ്സ് ഓഫ് യു. എങ്ങനെ നിങ്ങൾ സഹിക്കുന്നത്? സത്യം പറയാലോ, കോഴിക്കോട് ഇത്ര ചൂടില്ല. അറ്റ്ലീസ്റ്റ് രാത്രി ഉറങ്ങാനെങ്കിലും പറ്റുന്നുണ്ട്. ഇത് ഒരു രക്ഷയില്ല. ഉറങ്ങിയിട്ടില്ല. നമ്മുടെ ടാസ്ക് എന്ന് വെച്ചാൽ 4 ആകുമ്പത്തിന് ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ നടയുടെ അവിടെ എത്തണം. സോ നമുക്ക് റെഡി ആവണം. ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. സ്കേർട്ടാണ് കുറച്ച്. ഒന്ന് നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് റെഡി ആവാം. സോ ഗെറ്റ് റെഡി വിത്ത് മീ. ടോണർ ഇട്ടു. ഇനി നെയിൽ മെഷീനിടാം. എനിക്ക് ഇങ്ങനെ ഇടുന്നതിൽ സുഖം കുറച്ചൊക്കെ കൺവീനിയൻസ് വന്നത് കയ്യിലിട്ടതാ. I love this part. It's so nice. Thank you so much. Excuse me, please be silent. കുറച്ച് സൺസ്ക്രീൻ ഇടും. നമ്മൾ പുലർച്ചയ്ക്കല്ലേ പോകുന്നത്. ബട്ട് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് ഇടും. സമയത്തിന്റെ എന്തോ കാരണം ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അല്ലാണ്ട് ഇത് നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് റെഡി ആയേ പറ്റുള്ളൂ. ജസ്റ്റ് ഹാഫ് ആൻ അവറിൽ. സോ ട്രാൻസിഷൻ റെഡി ആയി ഗൈസ്. ദിസ് ഈസ് ഹൗ മൈ ഫൈനൽ. ഹൗസ് ഇറ്റ്? ഇഷ്ടപ്പെട്ടോ? എന്റെ പൊട്ട് നോക്കൂ ഗൈസ്. ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ട് തെരഞ്ഞു മേടിച്ചതാണ്. സോ ഞാനിനി ചെറിയ കുറച്ച് പരിപാടിയുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് അമ്പലത്തിലെത്തിന് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 4:10 ആയിട്ടുണ്ടാവും. കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഇറങ്ങിയിട്ടില്ലെങ്കിലും എനർജിക്കൊന്നും കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞാൽ സൈഡാവുന്നേ ഉള്ളൂ. ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്യാൻ. സോ പട്ടെ. ഞാൻ തേങ്ങ അടച്ചു ഗൈസ്. അടിപൊളിയായിട്ട് അടച്ചു. അതിന്റെ വീഡിയോ ഞാൻ ഇടാം. പിന്നെന്താ, ഇപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഏകദേശം ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട് തോന്നുന്നു. സമയം എനിക്ക് അറിയില്ല കറക്റ്റ്. സോ വി ആർ ഗോയിങ് ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് മസാല ദോശ കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അമ്പലത്തിൽ വന്നാ മസാല ദോശ, അത് ആ ഒരു വൈബല്ലേ. എന്നാൽ രാത്രിയും സെറ്റ് ആക്കിയതാണ്. സോ യെസ്. അപ്പൊ ഞങ്ങൾ ഗുരുവായൂർ തൊഴുതിറങ്ങി. ഇപ്പൊ ദേ മമ്മിയൂർ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ വന്ന നോർമലി മമ്മിയൂരേക്കും തൊഴാൻ പോവാറുണ്ട്. സോ അങ്ങോട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എനിക്ക് നല്ല തലവേദന. ഇന്നലെ ഉറക്കം കഴിഞ്ഞാണ്ടാണോ തോന്നുന്നു. ചൂട് കാരണം ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ ക്ലിപ്സ് ഒന്നും എടുത്തില്ല. സോറി. പോട്ടെ, അടുത്ത പ്രാവശ്യം. ഞങ്ങൾ മമ്മിയൂര് തൊഴുതിറങ്ങി. അപ്പോഴാണ് അവിടെ ഈ ഒരു ഷോപ്പില് അതേ നോക്കൂ, ആരാ വരുന്നു? ആന. നൈസ്. ഗുഡ്. അപ്പോഴാണ് ഇതാ ഇവിടെ ഈ ഒരു ഷോപ്പിൽ നെല്ലിക്ക കാന്താരി കണ്ടത്. എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോട്ടെ. ആനേനെ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ നെല്ലിക്ക കാന്താരി എന്ന് പറഞ്ഞ സാധനം ഈ ഒരു സിറപ്പ് വെച്ചിട്ടുണ്ട്.
Wow. So good to see. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. കാന്താരി മുളകും നെല്ലിക്ക് സോഡയാണോ വെള്ളമാണോ? എരിവുണ്ട്. പക്ഷെ നമ്മൾ നല്ല തലവേദന എടുത്ത് കിറുങ്ങി നിൽക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ സാധനമാണ്. റിഫ്രഷിങ്. അപ്പൊ ഇവിടെ മമ്മിയുടെ മുന്നത്തെ കട ട്രൈ ചെയ്ത് നോക്കട്ടെ വരുമ്പോ. അപ്പോ എന്റെ ഗുരുവായൂർ വ്ളോഗ് ഞാൻ ഇവിടെ നോക്കണം, ക്യാമറ നോക്കണം എന്ന് പറഞ്ഞ എന്റെ ഗുരുവായൂർ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഒന്നാമത് വന്നതിന് ശേഷമുള്ള ക്ലിപ്പ് ഒന്നും എടുക്കാനുള്ള ഒരു എനർജി ഉണ്ടായിരുന്നില്ല. നല്ല ടയർഡായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ചൂടാണ് എന്നൊക്കെ പറഞ്ഞു. പുലർച്ചെ 2 മണിക്ക് എണീച്ചു, 4 മണിക്ക് തൊഴുതു. പിന്നെ എന്തൊരു 10 മണിയായപ്പോഴേക്കാണ് ആ ഒരു യാത്ര, അതായത് തൊഴലൊക്കെ കഴിഞ്ഞത്. പിന്നെ ഞാൻ ഗുരുവായൂർ വെച്ച് നമ്മുടെ വിജയൻ ചേട്ടനെ കണ്ടു. ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കാം. പുള്ളിയെ കണ്ടു, സംസാരിച്ചു. പിന്നെ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫറിനെ കണ്ടു, ഫോട്ടോസ് എടുത്തു. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. ആൻഡ് ഇപ്രാവശ്യം വന്നത് കുറച്ചുകൂടി ഒരു സ്പെഷ്യൽ ആണ്. എനിക്ക് എന്താ പറയുക, ഇപ്രാവശ്യം വന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടു. നല്ലപോലെ തൊഴാൻ പറ്റി. പിന്നെ ഞാൻ ഗുരുവായൂർ പാൽപ്പായസം അത് ആദ്യമായിട്ട് മേടിച്ചു. അത് ഞാൻ കാണിച്ചു ഞാൻ അടുത്തിൽ കാണിച്ചു തരാം. ഗുരുവായൂർ പാൽപ്പായസം മേടിച്ചു, അത് ട്രൈ ചെയ്യണം. അങ്ങനെ കുറച്ച് ഇത്. പിന്നെ നിങ്ങൾക്കൊക്കെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, അമ്പലത്തിൽ പോകാൻ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ഗുരുവായൂരൊക്കെ വരുമ്പം ഒരു പ്രത്യേക സന്തോഷം. മൂകാംബിക, എനിക്ക് അങ്ങനത്തെ ചില അമ്പലങ്ങൾ മാത്രം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാം. പറശ്ശിനിക്കടവ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അമ്പലങ്ങളാണ്. അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ഇന്നത്തെയും കൂടിയിട്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവുമായിരിക്കും. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സെഗ്മെന്റ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവുന്നു ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ അത്ര പ്രൊഫഷണൽ ഒന്നും അല്ല വ്ളോഗിങ്ങില്. ആൻഡ് ഇനിയും നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടന്റ് ആണ് വേണ്ടത്, എന്തെങ്കിലും ടോപ്പിക്സ് എന്നിൽ നിന്ന്, അതായത് എന്റെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡു കമന്റ് ആൻഡ് ഐ വിൽ ട്രൈ ടു ടേക്ക് ദ വീഡിയോസ്. ആൻഡ് ഷോർട്സ് അല്ലേ എല്ലാരും കാണുന്നത്. ഷോർട്സ് ഇട്ടിട്ട് എനിക്കും മടുത്തു, ഷോർട്സ് കണ്ടുകൊണ്ട് നിങ്ങൾക്കും മടുത്തു. ദെൻ ഐ തോട്ട് ഒരു വ്ളോഗ് ആയിക്കോട്ടെ. കുറെ കാലയിലെ ചാനലിൽ ഒരു വ്ളോഗ് ഒക്കെ ഇട്ടിട്ട്. അപ്പോ അത്രേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ, ഞാൻ ഗുരുവായൂർ പായസം കഴിക്കുന്ന ഇതുണ്ടെങ്കിൽ അതും കൂടെ വെച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുള്ളൂ. ഇതാണ് ഗുരുവായൂരിലെ പാൽപ്പായസം. ഇങ്ങനത്തെ 2 ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. ഇത് കൃഷ്ണന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗുരുവായൂരിലെ പാൽപ്പായസം ട്രൈ ചെയ്യുന്നത്. ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ, എന്നിട്ട് വരാം. എനിക്ക് കുറച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അത്രയും ഒരു ഇതുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യണേ. അപ്പോ ദിസ് ഇസ് യുവർ ദേവി നന്ദന ആൻഡ് ഐ എം സൈനിങ് ഓഫ്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.